ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന കുളപ്പള്ളി ജംഗ്ഷനിൽ പുതിയ സിഗ്നൽ സംവിധാനം മിഴിതുറന്നു. പി മമ്മിക്കുട്ടി MLA സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. പൊതുമരാമത്ത് വകുപ്പും മോട്ടോർ വാഹന വകുപ്പും ഷൊർണൂർ നഗരസഭയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഷൊർണൂർ, പട്ടാമ്പി, ഒറ്റപ്പാലം തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് തിരിയേണ്ട പ്രധാന ജംഗ്ഷൻ ആയതിനാലാണ് കുളപ്പള്ളിയിൽ സിഗ്നൽ സംവിധാനം പ്രവർത്തനം ആരംഭിച്ചത്. തിങ്കളാഴ്ച മുതൽ ഗതാഗത പരിഷ്കരണവും നിലവിൽ വന്നു. കുളപ്പള്ളി ജംഗ്ഷനിൽ ഇനി മുതൽ തിരക്കിട്ട് പോകേണ്ട ആവശ്യമില്ല. നിയന്ത്രിക്കാൻ സിഗ്നൽ സംവിധാനം ഇന്നു മുതൽ കണ്ണു തുറന്നു. ഒറ്റപ്പാലത്ത് നിന്ന് ഷൊർണൂർ ഭാഗത്തേക്കും ഷൊർണൂരിൽ നിന്നും പട്ടാമ്പിയിലേക്കും പട്ടാമ്പിയിൽ നിന്ന് ഒറ്റപ്പാലത്തേക്കും വരുന്ന വാഹനങ്ങൾ ജംഗ്ഷനിൽ ചുവപ്പ് സിഗ്നൽ ഉള്ളപ്പോഴും മറ്റു വാഹനങ്ങൾക്ക് തടസ്സമില്ലാതെ ഇടത്തേക്ക് തിരിയാൻ കഴിയുന്ന ഫ്രീ ലൈറ്റ് സംവിധാനവുമുണ്ട്. എന്നാൽ പട്ടാമ്പിയിൽ നിന്നും ഷൊർണൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും ഷൊർണൂരിൽ നിന്നും ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും ചുവന്ന ലൈറ്റ് പ്രകാശിക്കുമ്പോൾ സിഗ്നലിൽ നിർത്തിയിട്ട് വേണം യാത്ര തുടരാൻ. വണ്ടികൾക്ക് തിരിഞ്ഞു പോകണമെങ്കിൽ പഴയ ഗീത തിയേറ്ററിന് മുൻവശത്ത് കൂടി U-ടേൺ എടുത്ത് വേണം തിരിയാൻ. കാൽനട യാത്രക്കാർക്ക് റോഡ് മറികടക്കാൻ വിദേശ മദ്യ ഷോപ്പ്, കുടുംബിനി സൂപ്പർ മാർക്കറ്റ്, ഗവൺമെന്റ് പ്രസ് എന്നിവയ്ക്ക് മുന്നിൽ സീബ്ര ലൈനും വരച്ചിട്ടുണ്ട്. ഇതോടെ യാത്രക്കാർക്ക് ഗതാഗത കുരുക്കിൽപ്പെടാതെ എളുപ്പത്തിൽ റോഡ് മറികടക്കാനാവും. 30 സെക്കൻഡ് നേരം തെളിയുന്ന പച്ച ലൈറ്റാണ് സിഗ്നലിൽ സംവിധാനം ചെയ്തിരിക്കുന്നത്. ജംഗ്ഷനിലെ ഓട്ടോ സ്റ്റാൻഡുകൾ താഴേക്ക് മാറ്റിയിട്ടുണ്ട്. ഷൊർണൂർ നഗരസഭ വൈസ് ചെയർമാൻ VK അനുരാജ് ചടങ്ങിൽ അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ രവീന്ദ്രൻ, സന്ധ്യ, സൗമ്യ, സിന്ധു, കൗൺസിലർമാരായ രാജഗോപാൽ, അരുൺ, വിനോദ്, പ്രസന്ന, ഗീത, രജിത, ഷീജ, ലത, ബേബി, ഗിരിജ, ഗീത, പുഷ്പലത, ബഷീർ, മുരുകൻ, ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ CI വിഷ്ണു, SI രാജീവൻ, പദ്ധതി കോൺട്രാക്ടർ രതീഷ് എന്നിവർ പങ്കെടുത്തു. പൊതുമരാമത്ത് വകുപ്പും മോട്ടോർ വാഹന വകുപ്പും ഷൊർണൂർ നഗരസഭയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. അതേസമയം റോഡ് നന്നാക്കാതെ സിഗ്നൽ സംവിധാനം മാത്രം സ്ഥാപിച്ചിട്ട് എന്ത് കാര്യം എന്ന് ആരോപിച്ച് വിഷയത്തിൽ പ്രതിഷേധവുമായി BJP രംഗത്ത് വന്നു. വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം അവതരിപ്പിച്ച കനിഹ വെഡിംഗ് സെന്റർ, ദ ഫാമിലി ഫാഷൻ ഡെസ്റ്റിനേഷൻ, ഒറ്റപ്പാലം ആൻഡ് വടക്കഞ്ചേരി.